നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ വിധി നിർണയിക്കുക 85,587 കന്നി വോട്ടർമാർ. മഞ്ചേശ്വരത്താണ് ഇക്കുറി ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. പുതിയ വോട്ടർമാരുടെ എണ്ണത്തിലെ വർധന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരെ തുണയ്ക്കുമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുന്നത്. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുന്നണികൾ ഒരേ സമയം പ്രതീക്ഷയോടെയും ആശങ്കയോടെയുമാണ് വോട്ടർമാരുടെ വർധനവിനെ കാണുന്നത്. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലായി 85,587 പുതിയ വോട്ടർമാരുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 18 വയസ്സ് പൂർത്തിയായവരുടെ കണക്കാണിത്. നിലവിലുള്ള വോട്ടർമാരുടെ രാഷ്ട്രീയ സ്വഭാവവും വോട്ടിംഗ് രീതിയും മുന്നണികൾക്ക് ഏറെക്കുറെ ധാരണയുണ്ടെങ്കിലും പുതിയ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ ആരെ തുണയ്ക്കുമെന്നത് ഫലം വന്നതിന് ശേഷം മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ഇതാണ് പുതിയ വോട്ടർമാർ വിജയസാധ്യതാ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുമെന്ന് മുന്നണികൾ ഭയപ്പെടുവാൻ കാരണം. സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്നതും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും നേരിയ ഭൂരിപക്ഷത്തിന് മാത്രം UDF വിജയിച്ചതുമായ മഞ്ചേശ്വരത്താണ് ഏറ്റവും കൂടുതൽ പുതിയ വോട്ടർമാരുള്ളത്. 21,527 പേരാണ് മഞ്ചേശ്വരത്തെ കന്നി വോട്ടർമാർ. കാസർഗോഡ് മണ്ഡലമാണ് തൊട്ട് പിന്നിൽ. 21,158 കന്നി വോട്ടർമാരാണ് ഇവിടെയുള്ളത്. മഞ്ചേശ്വരത്ത് ആകെ വോട്ടിന്റെ 10% പുതിയ വോട്ടർമാരാണെങ്കിൽ കാസർഗോട്ട് 10%-ലേറെയുണ്ട്. UDF പ്രതീക്ഷ വയ്ക്കുന്ന ഉദുമയിൽ 18,180 പുതിയ വോട്ടർമാരുണ്ട്. കാഞ്ഞങ്ങാട്ട് 13,273, തൃക്കരിപ്പൂരിൽ 11,449 എന്നിങ്ങനെയാണ് പുതിയ വോട്ടർമാരുടെ കണക്ക്. മഞ്ചേശ്വരത്തും കാസർഗോട്ടും മുതുമയിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയികൾക്ക് ലഭിച്ച ഭൂരിപക്ഷത്തെക്കാൾ കൂടുതലാണ് പുതിയ വോട്ടർമാർ. മഞ്ചേശ്വരത്ത് ഭൂരിപക്ഷത്തിന്റെ എത്രയോ ഇരട്ടിയാണ് കന്നി വോട്ടർമാരുടെ എണ്ണം. കഴിഞ്ഞ തവണ 845 വോട്ടുകളായിരുന്നു AKM അഷ്റഫിന്റെ ഭൂരിപക്ഷം. അതുപോലെ കാസർഗോഡ് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നെല്ലിക്കുന്ന് നേടിയ ഭൂരിപക്ഷത്തിന്റെ ഇരട്ടിയോളം പുതിയ വോട്ടർമാർ വർദ്ധിച്ചു. ഉദുമയിലും നല്ല വർധനവുണ്ട്. കഴിഞ്ഞ തവണ CPM-ലെ CH കുഞ്ഞമ്പു 13,322 വോട്ടുകൾക്ക് വിജയിച്ച ഉദുമയിൽ 18,180 വോട്ടർമാരാണ് ഇക്കുറി ആദ്യമായി വോട്ട് രേഖപ്പെടുത്തുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ വർധന 3 മുന്നണികളുടെയും ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്നതാണ്. ഇത് ആരുടെ കണക്കുകൂട്ടൽ തെറ്റിക്കുമെന്നറിയാൻ വോട്ടെണ്ണും വരെ കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.